റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അനുഗ്രഹീതമാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച പുണ്യ ദിനരാത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആത്മപരിശോധന നടത്തി നമ്മുടെ ജീവിതം നരകരക്ഷയുടെ മാർഗത്തിലാണ്, സ്വർഗപ്രവേശനത്തിൻ്റെ മാർഗത്തിലാണ് എന്ന് ഓരോ വ്യക്തിയും അവരവരെ തന്നെ നിരന്തരം പരിശോധിക്കുകയും അനിവാര്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുകയും ചെയ്യേണ്ടുന്ന സന്ദർഭവും കൂടിയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യുക എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദാഹവും വിശപ്പും സഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ, ഒരിക്കലും വരാൻ പാടില്ലാത്ത തിന്മകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന പരിശോധന. ലൈംഗിക രംഗത്തെ വിശുദ്ധിയുടെ വിഷയത്തിൽ ഈ നോമ്പ് കഴിഞ്ഞാൽ, നോമ്പിനും നോമ്പ് കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയായിരിക്കും? വ്യഭിചാരമോ സ്വവർഗരതിയോ അതേപോലെ തന്നെ ഫോൺ അഡിക്ഷനോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ മനസ്സിനെയും തെറ്റിച്ച് കളയുന്ന വ്യഭിചാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുമെങ്കിൽ നാം നമ്മോട് വീണ്ടും പറയേണ്ടത് നോമ്പിലേക്ക് ഒന്നുകൂടി പ്രവേശിക്കേണ്ടതുണ്ട്. മനസ്സുകൂടി നോമ്പ് നോൽക്കണം, ശരീരം മാത്രം നോമ്പ് നോറ്റാൽ പോരാ എന്നതാണ്. അതേപോലെ ജീവിതത്തിൽ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുവാനുള്ള നെട്ടോട്ടം ഭൗതികമായി ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി മരണത്തിലേക്ക് അടുക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർത്തിയാക്കാനുള്ളത്? നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഞാൻ എങ്ങനെ, സകാത്തിന്റെ വിഷയത്തിൽ എങ്ങനെ, വിനോദയാത്രകൾക്ക് ധാരാളം പണം ചെലവഴിക്കുന്ന പലരും ഒന്ന് ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടുന്ന സന്ദർഭമാണിത്. ഒരു കുട്ടി ജനിച്ചാൽ ഒരു അഖീഖ അറുക്കുന്നതിനെ കുറിച്ച്, ബലിപെരുന്നാൾ വരുമ്പോൾ ഒരു ബലിമൃഗത്തെ അറുക്കുന്നതിനെ കുറിച്ച് വിഷമം പ്രകടിപ്പിക്കുന്ന പലരും അവരുടെ ഫോണുകൾ ഏറ്റവും ആധുനികമായ രൂപത്തിലേക്ക് വാങ്ങുന്നതിന് പതിനായിരങ്ങൾ ചെലവഴിക്കുന്നിടത്ത് ഒരു മടിയും കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുകി പ്രവേശിക്കേണ്ടതില്ലേ എന്ന് നാം പരിശോധിക്കണം. ഓൺലൈനിൽ വരുന്ന വാർത്തകളും ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും അതത് സമയത്ത് അറിയുന്നതിന് വേണ്ടി ഒരുപക്ഷെ മണിക്കൂറുകൾ വായിക്കാനും കാണാനും ചെലവഴിക്കുമ്പോൾ ഖുർആനിന്റെ മാസമായ ഈ വിശുദ്ധ ഖുർആനിൽ എത്ര പേജുകൾ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു എന്നൊരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അഥവാ നമ്മൾ നോമ്പിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പ്രവേശിച്ചേ പറ്റൂ. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരോരോരുത്തരും റബ്ബിന്റെ അടുത്ത് ഒറ്റക്കൊറ്റക്കാണ് വരിക. ഇവിടെ നമ്മളൊന്ന് തലകറങ്ങി വീണാൽ ഒരുപക്ഷെ താഴെ വീഴും മുമ്പ് ആരെങ്കിലും നമ്മളെ പിടിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ തലകറങ്ങുന്നത് കാണുന്നത് ആരെന്നില്ല, ജാതിയും മതവും ഒന്നുമില്ല. ഒരപകടം പറ്റിയാൽ എല്ലാവരും അവിടെ ഓടിയെത്തും. ഇത് പരസഹായത്തിന്റെ ലോകമാണ്. ഒരുപക്ഷെ നമ്മുടെ അടുത്ത് തെറ്റുപറ്റിയാലും ന്യായീകരിക്കാൻ നമ്മുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഓടി വരുന്ന ലോകമാണിത്. അതുകൊണ്ട് പരസഹായത്തോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം ഞാനും നിങ്ങളും കുടിക്കുന്നത് നമ്മൾ കിണറുകുത്തി അതിൽ നിന്നും വെള്ളം വലിച്ചെടുത്തിട്ടല്ല, മറിച്ച് നിലവിലുള്ള കിണറിൽ നിന്ന് പുറത്തു വന്ന വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. എന്നാൽ പരലോകത്തിന്റെ വിഷയം അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ അബദ്ധത്തിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരൊറ്റ കുട്ടി നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടാകില്ല. കാരണം അവർ അവരുടെ പാടിലാണ്. നമ്മുടെ മാതാവും പിതാവും ഇണകളും മക്കളും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരും അവരവരുടെ വിഷയങ്ങളിലാണ് പരലോകത്ത് ശുഗില്ലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഒരു സഹായിക്കാൻ
ഒരാൾക്കും സാധ്യമല്ല റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നോമള മകളോട് പറഞ്ഞത്, മോളെ നിന്റെ തടി നീ നോക്കണം, അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ നരകത്ത് നിന്ന് കാക്കണം. ആരായി പറയുന്നത്? ലോകത്തിന്റെ പ്രവാചകൻ, സ്വർഗത്തിലേക്ക് ആദ്യമായും പ്രവേശിക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ കഷ്ണമായ മോളോട് പറയുന്നു, ഞാൻ അവിടെ ഉണ്ടാകും, ഈ പേടിക്കണ്ടെന്നല്ല പറഞ്ഞത്. മറിച്ച് മോളെ, ദുനിയാവിൽ വെച്ച് നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപ്പയെ കൊണ്ട് സാധ്യമാണെങ്കിൽ ഉപ്പ അത് സാധിപ്പിച്ചു തരും. പക്ഷെ ഒരു കാര്യം എനിക്ക് കഴിയില്ല, അതുകൊണ്ട് അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന, അത് വിലയിരുത്തപ്പെടുന്ന ഒരു ലോകത്ത് മാലി ഹാദൽ കിതാബ്, പടച്ചോനെ ഇത് എന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒരു ചെറിയ കാര്യം പോലും ഇതിൽ രേഖപ്പെടുത്താതെ ഇല്ലല്ലോ. വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും പടച്ചോനെ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ ഓതിപ്പോവുകയാണ്. അപ്പോൾ ഏതൊരു കാര്യവും ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും പകർത്താൻ കഴിയുമോ? ഈ ജുമ മൊത്തം പകർത്താൻ നമുക്ക് കഴിയുമോ? ഉത്തരം കഴിയുമെന്നല്ലേ. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെ ഒരു വീഡിയോ ഒന്ന് പാസ് ചെയ്താൽ ഇവിടെ ഇന്ന് ആരൊക്കെ പങ്കെടുത്തു എല്ലാം നമുക്ക് കഴിയില്ലേ? എങ്കിൽ ആ വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ റബ്ബാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ചെറുതു വലുത് വ്യത്യാസമില്ലാതെ അത് രേഖപ്പെടുത്തിയിരിക്കും. നാളെ പരാജയപ്പെട്ടവർ ഇതെന്തൊരു ഗ്രന്ഥമാണെന്ന് പറയും. ആ റിപ്പോർട്ട് ആ ഒരു ഫിസിക്കൽ റിപ്പോർട്ട് മാത്രമല്ല, വീഡിയോ പ്രസന്റേഷനും ഉണ്ട്. അഥവാ ചെയ്ത പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ ഹാജരാക്കും. മനുഷ്യൻ നിഷേധിക്കും, കാരണം പേടിച്ചിട്ട് പറയും ഞാനത് ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്ത രംഗം അങ്ങനെ തന്നെ ഹാജരാക്കും. പലപ്പോഴും കുടുങ്ങിപ്പോകൽ അങ്ങനെയാണ്. അത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഇതാ രംഗങ്ങൾ, ഇതാ മുഴുവൻ രംഗങ്ങളും ഇതാ, എവിടെ നിങ്ങൾ പറഞ്ഞ കാര്യം ചോദിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? എങ്കിൽ ഇവിടെ ഫിസിക്കൽ കാര്യങ്ങൾ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബിന്റെ പ്രത്യേകത, അവൻ മനസ്സുകൂടി റെക്കോർഡ് ചെയ്യുന്നവനാണ്. ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്നവന്റെ മനസ്സ് റെക്കോർഡ് ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ആ മരണത്തിനുള്ള തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് സാധിക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ പലരും ഇപ്പോൾ ഖബറിലില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഖബറിൽ വെച്ച് അവരേതെങ്കിലും ഒരു കാര്യത്തിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമുക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ ആരെങ്കിലും ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതേ അവസ്ഥയിൽ ഞാനും നിങ്ങളും ഖബറിൽ എത്തുമല്ലോ. അവിടെ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ആരെങ്കിലും നമ്മളെ തേടി വരുമോ? ഇല്ല, അവരറിയുന്നു പോലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് സ്വയം പര്യാപ്തത നേടണം. ദീനിന്റെ വിഷയത്തിൽ സ്വയം പര്യാപ്തത നേടണം. എന്റെ കാര്യം ഞാൻ നോക്കണം, അത് എന്റെ വിഷയമാണ് എന്ന് സ്വന്തത്തിലേക്ക് ഓരോ വ്യക്തിക്കുമാണ് സഹോദരീ സഹോദരന്മാരെ പരലോകത്ത് വിചാരണയുള്ളത്. അതുകൊണ്ട് ആ വിചാരണ എളുപ്പമാക്കി തീർക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതം വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം ദൃഢമായ അവസ്ഥയിലെത്തിക്കാൻ ഈ നോമ്പ് കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നിരാശരായ നോമ്പുകാരുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ കാര്യം പറയാം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും ഞാൻ ഇപ്പോഴും പിന്നിലാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ദിക്റുകൾ പറ്റുന്നില്ല, ഖുർആനോത്ത് വളരെ പിന്നിലാണ്. ഈ ഒരു അവലോകനമാണ് നമ്മുടെ അടുത്തുള്ളെങ്കിൽ അതുമായി ഇരിക്കേണ്ടവരല്ല നമ്മൾ. കാരണം ഇനിയും പകുതിയുണ്ട്. ആ പകുതിയിൽ ഫൈനടച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയുമോ? ലീവ് എടുക്കാൻ? വീട് പട്ടിണിയായി പോകുമോ? ഇല്ലെങ്കിൽ ഒന്ന് ലീവ് എടുത്താലോ? എന്തിന്? പരലോകത്ത് പട്ടിണിയാകാതിരിക്കാൻ, പരലോകത്ത് പ്രയാസപ്പെടാതിരിക്കാൻ. അതിനുവേണ്ടി ലീവ് എടുക്കണം. എന്തിന്? പള്ളിയിലിരിക്കാൻ, ഖുർആനോദാൻ, ദീനീ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അങ്ങനെ എന്തു മാറ്റമാണോ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം പരലോകത്ത് ഈ ദിനരാത്രങ്ങളുടെ വില നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. ഒരു റമദാൻ കിട്ടിയിട്ടും
ഒരു റമദാൻ കിട്ടിയിട്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്കായിരുന്നു. സ്വഹാബത്ത് റസൂലുള്ള ആമീൻ എന്ന് പറയുന്നതേ കാണുന്നും കേൾക്കുന്നുമുള്ളൂ. അപ്പോൾ എന്താ സംഭവം? ആമീൻ 3 പ്രാവശ്യം പറഞ്ഞു. റസൂലുള്ള താഴെ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, എന്താ റസൂലെ, നിങ്ങൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞല്ലോ. അതെ, ഞാൻ മിമ്പറിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തനത് രൂപത്തിൽ, അപ്പൊ അവർ കാണില്ല, മനുഷ്യരൂപത്തിൽ വന്നപ്പോ അവർ കണ്ടിട്ടുണ്ട്. തൂവള്ള ധരിച്ചുകൊണ്ട് മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, അപ്പൊ കണ്ടു. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കിന്റേതായ രൂപത്തിൽ 600 ചിറകുകളുള്ള അത്രയും വലിയ ആ രൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ 3 കാര്യങ്ങളിൽ നോമ്പുമായി ബന്ധപ്പെട്ടത് മാത്രം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ. ഒരു വ്യക്തിയിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ. അവന്റെ അടുത്ത് റമളാൻ വന്നു, പക്ഷേ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല. തെറ്റുകളൊക്കെ അങ്ങനെ തന്നെ നിന്നു. പെരുന്നാൾ പിറ്റേന്നായപ്പോ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നർത്ഥം. അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിരരാത്രങ്ങൾ കഴിഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ഒരു അവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ സത്യവിശ്വാസികൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ ചെയ്യുന്ന മഹാനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ശുപാർശ നാളെ പരലോകത്തുണ്ട്. അശ്ശഫാഅത്തുൽ കുബ്റാ, വലിയ ശുപാർശയാണത്. അതിനുവേണ്ടി റസൂലുള്ള കാലങ്ങളോളം സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തലവക്കൂ മുഹമ്മദ്, നിനക്ക് എന്താണ് ആവശ്യം? അപ്പോൾ റസൂലുള്ള പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കണം, അല്ലെങ്കിൽ സ്വർഗത്തിലാക്കണമെന്നല്ല. പടച്ചവനെ, ഈ അരക്ഷിതാവസ്ഥ ഒന്ന് ഒഴിവാക്കണം, വിചാരണക്കെടുക്കണം. നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും അയക്കണം. അപ്പൊ റസൂലുള്ളാഹിയുടെ ശുപാർശ കാരണത്താൽ ഒരു വിഭാഗം നരകത്തിലേക്ക് പോകും. റസൂലുള്ളാഹിയുടെ ശുപാർശ കാരണത്താൽ ഒരു വിഭാഗം നരകത്തിലേക്കും പോകും. അതാണ് വലാ യശ്ഫൂന ഇല്ലാ ലിമൻ ഇർത്തള. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമാണ് ശുപാർശയുള്ളത്. നമ്മുടെ ഈ നാട്ടിൽ പറയുന്ന റെക്കമെൻഡ് അല്ല, പരലോകത്തെ റെക്കമെൻഡ്. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ആരാണ് പടച്ചോന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ? അങ്ങനത്തെ റെക്കമെൻഡ് ദുനിയാവില്, ഹലോ ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ, ആയിക്കോട്ടെ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്തോളി, ഇല്ല. അപ്പൊ എന്താ? ശുപാർശയുടെ മുഴുവൻ അധികാരവും പടച്ചോനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുകയാണ്, ഒരു പദവി കൊടുക്കുകയാണ്. നീ പ്രാർത്ഥിക്ക്, ഞാൻ ആ പ്രാർത്ഥന സ്വീകരിച്ചു. പടച്ചോൻ അറിയാത്തൊരു കാര്യം പടച്ചോനെ പഠിപ്പിച്ചു കൊടുക്കലല്ലോ ദീനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ശുപാർശയിൽ ഉൾപ്പെട്ട് റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് നരകത്തിലേക്കും പോകും, റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് സ്വർഗത്തിലേക്കും പോകും. അപ്പോൾ ആ ശുപാർശ നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ശുപാർശ കിട്ടണമെങ്കിൽ ആ ശുപാർശക്ക് നമ്മൾ യോഗ്യരാകണം. ആ യോഗ്യത നേടിയെടുക്കാനുള്ള ഈ ദിനരാത്രങ്ങളിൽ സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ തോറ്റുപോകരുത്. നമ്മുടെ കുടുംബം തോറ്റുപോകരുത് എന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അതുകൊണ്ട് ഓരോരുത്തരും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ സ്ഥലമായ ബദർ എന്നു പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ യുദ്ധം നടന്നത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. തീർച്ചയായും ബദറിൽ വെച്ച് നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുർബലരായിരിക്കെ. മദീനയിൽ നിന്നും ബദറിലേക്ക് 150 പരം കിലോമീറ്റർ ഉണ്ട്. 150 പരം കിലോമീറ്റർ മദീനയിൽ നിന്ന് ബദറിലേക്കുണ്ട്. ഇന്നത്തെ കാലത്ത് ആ 150 കിലോമീറ്റർ വാഹന സൗകര്യങ്ങളുടെ ശീഘ്രതയിൽ നമുക്ക് പ്രശ്നമല്ലെങ്കിലും അന്നത്തെ കാലത്ത് വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത് കയറി
150 കിലോമീറ്റർ അവർ യാത്ര ചെയ്യുന്നത് 16-ാം തീയതിയാണ്, അഥവാ റമദാൻ 16-നാണ് യാത്ര. റമദാൻ 17-ന്റെ പകലിലാണ് ബദർ നടക്കുന്നത്. വളരെ വളരെ പ്രയാസപ്പെട്ട, ആവശ്യത്തിന് ആയുധങ്ങളില്ല, അതേപോലെ തന്നെ ഭക്ഷണം ആവശ്യത്തിനില്ല. അവരാരും മാനസികമായി യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹയി വന്നു. വഹയി വന്നാൽ വിശപ്പുണ്ടെങ്കിലും ദാഹമുണ്ടെങ്കിലും അതാണ് ഖൈർ എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമേയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയി വന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള ആളുകളുമായി ശൂറ ചെയ്തു, വ്യത്യസ്ത ഗോത്രങ്ങളുമായി ശൂറ ചെയ്തു. ധൈര്യമായിട്ട് പോയിക്കോളി നബി, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുത്ത് അങ്ങനെയാണ് ബദർ നടക്കുന്നത്. 14 പേർ ആ ബദറിൽ വെച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഷഹീദായി. നോക്കൂ, ഈ ബദർ, ഇതിന്റെ മർമ്മം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ മർമ്മം നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തിനാണ് ബദർ ഉണ്ടായത് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. അത് മനസ്സിലാകാൻ ബദറിൽ ഏത് ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്ന് നമ്മൾ പഠിച്ചാൽ മതി. അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലായിരുന്നോ ബദർ? റസൂലുള്ളാഹി പറഞ്ഞു പടച്ചോനുണ്ട്, മുശ്രിക്കുകൾ പറഞ്ഞു പടച്ചോനില്ല. അല്ല, ആ വിഷയത്തിലല്ല. പടച്ചോൻ ഉള്ളത് കൊണ്ടാണല്ലോ അവർ കഅബാലയം കൈവശം വെക്കുകയും ആ കഅബാലയത്തിൽ വിഗ്രഹങ്ങൾ വെക്കുകയും ആ വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോ ഇല്ലാലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ പടച്ചോന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വിഗ്രഹം വെച്ചെന്ന് വരും. അപ്പൊ അള്ളാഹുക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അള്ളാഹ് ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിലല്ല ബദർ. പിന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ഇതൊക്കെ സംവിധാനിക്കുന്നതും പടച്ചോനാണ് എന്ന് റസൂലുള്ളാഹിയും, പടച്ചോനല്ല എന്ന് മുശ്രിക്കുകളും അല്ല. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹു മുഹമ്മദ് നബിയേ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തി നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആകുന്നു. അപ്പൊ ആ കാര്യത്തിലല്ല ബദർ ഉണ്ടായത്. ഇനി നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ, പടച്ചോനുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിലാണോ ഹൈന്ദവ മതവും ഇസ്ലാം തമ്മിലുള്ള വ്യത്യാസം? അല്ല, അവരും പടച്ചോനുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ശ്രീരാമനാണ്, യേശു ക്രിസ്തു ആണ് ഏതെങ്കിലും ക്രൈസ്തവനോ ഹൈന്ദവനോ പറയുന്നുണ്ടോ? നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന ആ പടച്ചോൻ തന്നെ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പടച്ചവനല്ലാത്തവരെ ആരാധിക്കുന്നവരുടെ വിശ്വാസം അങ്ങനെ തന്നെ. അപ്പൊ ബദർ ഉണ്ടായത് അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലല്ല. രണ്ടു കൂട്ടരും, മുസ്ലിങ്ങളും മുശ്രിക്കുകളും അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ബദർ ഉണ്ടായത് സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹുവാണോ അല്ലേ എന്ന വിഷയത്തിലല്ല. രണ്ടു കൂട്ടരും അത് വിശ്വസിക്കുന്നു. ഇനിയോ ബദർ ഉണ്ടായത് പടച്ചവനെ ആരാധിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലാണോ? റസൂലുള്ളാഹി പറയാണ് പടച്ചവനെ ആരാധിക്കണം. അപ്പൊ മറ്റവര് പറയാ പടച്ചവനെ ആരാധിക്കാൻ പറ്റൂല. അങ്ങനെയുമല്ല. കാരണം ബദർ യുദ്ധത്തിന് പോകുമ്പോ അവരുടെ മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇറയോനെ, മൊയിൻകുട്ടി വൈദ്യരുടെ പാട്ടിൽ മലയാളത്തിൽ പോലും നമുക്കത് കാണാം. ഇറയോനെ, ഹക്കുടയവരെ നീ വിജയിപ്പിക്കണേന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിന്റെ വിഗ്രഹം അവിടെ ഉണ്ട്. ആ വിഗ്രഹത്തോട് നല്ല ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയെ ബദറിൽ ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന മുശ്രിക്കിന്റെ നേതാവ് പടച്ചോനെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ആ ബദറിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? പടച്ചോനെ ആരാധിക്കണം, പടച്ചോനോട് പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിലും തർക്കല്ല. ഫഇദാ റകിബൂ ഫിൽ ഫുൽക് ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിൽ 65-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ് ഫഇദാ റകിബൂ ഫിൽ ഫുൽക്, അവർ മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ യാത്ര ചെയ്യാണ്. അപ്പൊ കപ്പൽ ഇങ്ങനെ ആടി ഒലഞ്ഞ് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ദഅല്ലാഹ്, അവർ അള്ളാഹുവിനെ വിളിക്കും. അത് വെറുതെ വിളിച്ചതായിരിക്കും അല്ല, മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് പടച്ചോനെ മുഖ്ലിസീന ലഹുദ്ദീൻ, പടച്ചോന് സമർപ്പണം നൽകിക്കൊണ്ട് അവർ പടച്ചോനെ വിളിക്കും. ആര്? മക്കയിലെ മുശ്രിക്കുകൾ കപ്പൽ യാത്രയിൽ കപ്പൽ ആടി ഉലയുമ്പോ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കൂല, ഇസ്മായിൽ നബിയെ എന്ന് വിളിക്കൂല. അവരെന്താ വിളിക്കുക? പടച്ചോനെ ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ പടച്ചോനെ വിളിക്കും. ആയത്ത് തീർന്നിട്ടില്ല. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അവർ കരയിലേക്ക് രക്ഷപ്പെട്ടാലോ ഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കും. രക്ഷപ്പെട്ടാ പറയും ഇബ്രാഹിം നബി നമ്മളെ രക്ഷപ്പെടുത്തി, ഇസ്മായിൽ നബി നമ്മളെ രക്ഷപ്പെടുത്തി എന്ന് പറയും. ഒറ്റക്ക് കുടുങ്ങിയാലോ റബ്ബേ കാക്കണേ എന്ന് പറയും. അപ്പൊ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന വിഷയം ഐക്യത്തിലാണ്.
അള്ളാഹുവാണ് സർട്ടാവ്, സംരക്ഷകൻ. ഐക്യത്തിലാണ്. പടച്ചോനെ ആരാധിക്കണം, പടച്ചോനോട് പ്രാർത്ഥിക്കണം. അവിഷയത്തിലും ഐക്യണ്ട്. അവരെ ആജിമാരാണ്. ഹജ്ജ് ചെയ്തിട്ടുണ്ട് മക്കയിലെ മുശ്രിക്കുകള്. അവര് ഉംറ ചെയ്തിട്ടുണ്ട്. അവരെ തൽബിയത്ത് കാണാം ബുഖാരിയിലടക്കം. ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക്. ഇത് നമ്മളെ തൽബിയത്താണ്, അവരെയും തൽബിയത്താ. കഅബാലയത്തിൽ വിഗ്രഹങ്ങൾ വെച്ചവരുടെ തൽബിയത്താണിത്. ലബൈക് അല്ലാഹുമ്മ ലബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബൈക ലാ ശരീക ലക ലബൈക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അടുത്ത് കേട്ടോളി, അത് നമ്മളിൽ ഇല്ലെന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇത് ചേർത്തപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അത് പറ്റില്ല, അത് പാടില്ല. അവിടുന്ന് ആ പ്രശ്നം, അതാ ബദറിന്റെ സന്ദേശം. ലബൈക് അല്ലാഹുമ്മ ലബൈക്, ഓക്കെ. ലബൈക ലാ ശരീക ലക ലബൈക്, അതും ഓക്കെ. എന്നിട്ട് എന്താ പറയുന്നത്? ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരുണ്ട്, ഒരു പങ്കുകാരൊഴികെ. ഹുവ ലക, അത് നിന്റേതാണ്. ഞങ്ങള് പടച്ചോനെ നിന്റെ അടുത്തേക്ക് ചില പങ്കുകാരുണ്ടാക്കുന്നുണ്ട്. ഇബ്രാഹിം നബി നിന്റേതല്ല, ഇനിയല്ലേ സൃഷ്ടിച്ചത്. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീന, നീ കൊടുത്ത കൈവേ അവർക്കുള്ളൂ. അല്ലാതെ ഇബ്രാഹിം നബി പടച്ചോ ഞങ്ങൾക്ക് വിശ്വാസം. അപ്പൊ റസൂൽ പറഞ്ഞു പറ്റില്ല. ഇതാണ് മുശ്രിക്കിന്റെ ഉംറയും മുസ്ലിമിന്റെ ഉംറയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് മുശ്രിക്കിന്റെ ഹജ്ജും മുസ്ലിമിന്റെ ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ തൽബിയത്ത് പോലും ആദ്യ ഭാഗം ഒരുപോലെയാണ്. അപ്പൊ ബദറിന്റെ സന്ദേശം എന്താ? ബദറിൽ ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ കാണാം. രണ്ട് വിഭാഗം ആളുകൾ ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. വഉഖ്റാ കാഫിറത്തുൻ, മറുവിഭാഗം സത്യനിഷേധികളായിരുന്നു. ആരാ ഈ സത്യനിഷേധികൾ? അല്ലാഹു ഉണ്ടെന്നും അല്ലാഹുവാണ് സർട്ടാവെന്നും അവനാണ് സംരക്ഷകനെന്നും അവനോട് പ്രാർത്ഥിക്കുന്ന അവരാണ് കാഫിറുകൾ. എന്തേ അവർ കാഫിർ എന്ന പദവിയിലെത്തി? അതാണ് ബദറിന്റെ സന്ദേശം. അപ്പൊ ബദറില് ഏറ്റുമുട്ടിയത് റസൂലുള്ള പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനേ ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. അതാണ് പരിഭാഷ വന്നപ്പോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. മുശ്രിക്ക് പറഞ്ഞു ഞങ്ങൾ പടച്ചോനെ ആരാധിക്കും, ഒപ്പം ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത, ഉസ്സ, മനാത്ത എല്ലാവരെയും ആരാധിക്കും, അവരോടൊക്കെ പ്രാർത്ഥിക്കും. അതിന് കാരണം ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അവർ പറഞ്ഞ ന്യായം. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, നിങ്ങൾക്ക് പടച്ചോനെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ പടച്ചോനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അടുപ്പിക്കേണ്ട ഒരാളല്ല പടച്ചോൻ. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ മനസ്സിലുള്ള മന്ത്രങ്ങൾ, രഹസ്യങ്ങൾ നാം അറിയും. അവന്റെ അടുത്തേക്ക് നാം അവന്റെ ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്നു. ജീവനാഡിയേക്കാൾ അടുത്തവനോട് അടുപ്പിക്കണോ? മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെൻഡ് വേണോ? അതാ മക്കയിലെ മുശ്രിക്കിനോട് പറഞ്ഞത് മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, നിങ്ങൾ പടച്ചോനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അല്ലാഹ് റഹ്മാനാണ്, അല്ലാഹ് റഹീമാണ്, അല്ലാഹ് ഗഫൂറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം വിശേഷണങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. എന്നാൽ സഹോദരന്മാരെ, മഹാന്മാരായ ബദരീങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയ നമ്മുടെയൊക്കെ ഉറ്റവർക്കും ഇടയവർക്കും നമ്മുടെയൊക്കെ നാട്ടിലുള്ളവർക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പടച്ചോനെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ബദരീങ്ങളെ ആരാധിക്കുന്നൊന്നുമില്ല, പിന്നെ നമ്മളൊക്കെ പാപികളല്ലേ, ഈ പാപികളായ നമ്മളെ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അവര് നമ്മളെ പടച്ചോന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. മക്കയിലെ മുശ്രിക്ക് പറഞ്ഞു അതേ ന്യായം. വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്,
അവർ പറയുകയും ചെയ്യും, ഇവര് ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. മാത്രമല്ല ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. ഇതേ ന്യായം നമ്മൾ പറയാണ്. അപ്പൊ അതാ ന്യായം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ബദർ ഉണ്ടായത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം. മക്കയില് ആ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യും. എല്ലാ മുസ്ലിമീങ്ങളും തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ അല്ലാഹുവോട് ഇങ്ങനെ സഹായം തേടാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും. ഒരൊറ്റ സഹാബി അല്ലെങ്കിൽ റസൂല് കഴിഞ്ഞു പോയ ഈസാ നബിനെ വിളിച്ചോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചോ? ഇല്ലല്ലോ. ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പോൾ ഇബ്രാഹിം നബിയെയും ഞങ്ങൾ വിളിക്കും. പറ്റില്ല. ഇബ്രാഹിം നബി മഹാനാണ്, പക്ഷെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നേർച്ച കൊടുക്കാൻ പറ്റൂല എന്ന് റസൂൽ. ഈ ആശയങ്ങൾ തമ്മിൽ ആ ബദറിൽ ഏറ്റുമുട്ടിയത്. ആ ബദരീങ്ങളെ സ്നേഹിക്കാത്തവർ മുസ്ലിങ്ങളല്ല. ബദരീങ്ങളെ സ്നേഹിക്കാത്തവർക്ക് സ്വർഗമില്ല. കാരണം ബദരീങ്ങളുടെ നേതാവ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അനുയായികളോ സ്വഹാബികളും. ആരാ സ്വഹാബികൾ? റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. തൃപ്തിപ്പെട്ട് പടച്ചോൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരാ സ്വഹാബികൾ. അവരെ സ്നേഹിക്കാത്തവർ സ്വർഗത്ത് പോവോ? സ്വർഗത്ത് പോവില്ല. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ബദരീങ്ങളെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? റസൂലുള്ളാഹി പറഞ്ഞു, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ പിൻപറ്റണം. ബദരീങ്ങളുടെ നേതാവ് പറയാണ്, സ്നേഹിക്കുന്ന മാർഗം എന്താണ്? പിൻപറ്റുക. ബദരീങ്ങളെ പിൻപറ്റുക. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ആരാധനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുമൊക്കെ റബ്ബിന് മാത്രമേ പാടുള്ളൂ എന്ന ആശയമാണ് ബദറിന്റെ ആശയം. അത് മറ്റുള്ളവർക്കും കൊടുക്കാമെന്ന് ന്യായങ്ങൾ പറഞ്ഞപ്പോൾ ആ ന്യായങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ പറ്റില്ല പാടില്ല എന്ന് പറഞ്ഞത്. അതിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് റസൂലുള്ളാഹിയെ ആക്രമിക്കുവാനും മദീനയെ തന്നെ തകർത്ത് തരിപ്പണമാക്കാനും തങ്ങളുടെ കച്ചവടത്തിന്റെ മുഴുവൻ ലാഭം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മദീനത്തൊക്കെ വരെ വരാൻ സമ്മതിക്കണ്ട മുഹമ്മദേ, നീ അങ്ങട്ട് ചെല്ല്. വരുന്ന വഴിക്ക് അവരെ പ്രതിരോധിച്ചോ. ആ വരുന്ന വഴി കിട്ടിയ സ്ഥലമാണ് ബദർ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഈ 150 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് വിശപ്പ് സഹിച്ച ആ ബദരീങ്ങളുടെ പേരിൽ ബിരിയാണി അടിക്കുകയാണ് ആൾക്കാർ. എന്താ ആ ബദരീങ്ങളെ പേരിൽ ഭക്ഷണം കഴിക്കും? എന്താ ന്യായം? അത് ബദരീങ്ങൾ ആണ്ടിന്റെ ചോറാണ്, നേർച്ചന്റെ ചോറാണ്. അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? യുഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വെള്ളിയാഴ്ചകൾ റസൂൽ ഓതിയ സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. അതിൽ കാണാം സത്യവിശ്വാസികൾ നേർച്ചയെ നിറവേറ്റുന്നവരാണ്. അപ്പൊ നേർച്ചണ്ട്. ചില ആൾക്കാർ അങ്ങനെ പറയും, ഓൽക്ക് നേർച്ചല്ല. നേർച്ചണ്ട്. നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വരാൻ പോകുന്ന 6 നോമ്പ് ഇൻഷാ അല്ലാഹ് പ്രാവശ്യം ഞാൻ ഫുള്ള് നോൽക്കും. നേർച്ചാക്കി, ഫർലായി. എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ? പുണ്യകരമായ സുന്നത്തായ ഒരു കാര്യം പടച്ചോന്റെ കൂലി കിട്ടാൻ വേണ്ടി, പ്രീതി കിട്ടാൻ വേണ്ടി ഒരാൾ സ്വന്തം തന്നെ നിർബന്ധാക്കുക. അത് അനുവദനീയമാണ്. അങ്ങനെ ചെയ്താൽ കൂലി കിട്ടും. അതാണ് നേർച്ച. നേർച്ച ഇബാദത്താണ്. ബദരീങ്ങൾക്ക് നേർച്ച പാടില്ല. കാരണം നേർച്ച പടച്ചോന് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ട് ഒരു പ്ലേറ്റിൽ, വേറൊരു പ്ലേറ്റിൽ ബദരീങ്ങൾ ആണ്ടിന്റെ ചോറിന്റെ ഭാഗമായി ലഭിക്കും. രണ്ടും ഒരുപോലാണോ? ഇതെടുത്ത് കഴിച്ചാൽ എന്തൊക്കെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു സാധനം ഇങ്ങനെ പോകും പോലെ. അതൊരു പ്രത്യേക ഭക്ഷണമാണ്. ആ ഭക്ഷണം എവിടുന്ന് കിട്ടി? അത് അല്ലാഹു അല്ല. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഹിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. 4 ഭക്ഷണം നിങ്ങൾക്ക് ഹറാമാണ്. മൈത്തത്ത് ശവം, വദ്ദം രക്തം, അതേപോലെ തന്നെ പന്നി മാംസം, വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം. ഇത് ബദരീങ്ങൾ ആണ്ടിൽക്ക് നേർച്ചാക്കിയ കുട്ടന. ഇത് അന്ന നേർച്ചയാക്കിയ ചോറാണ്. പറ്റില്ല. ഇത് നേർച്ചയാണ്. നേർച്ച പടച്ചോന് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ എന്ന വിളി നോമ്പ് തന്നെ ഇല്ലാതാക്കി കളയും. പരലോകത്ത് ബദരീങ്ങൾ നമ്മുടെ ശത്രുക്കളായിട്ട് പരലോകത്ത് നമുക്കെതിരെ വരും. അതേപോലെ തന്നെ ബദരീങ്ങളുടെ പേരിലുള്ള നേർച്ചയും ഭക്ഷണവും കാര്യം ആൾക്കാർ പറയും, നമ്മളിങ്ങനെ അങ്ങനല്ല, ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പ്രശ്നം? നിങ്ങൾ പറഞ്ഞൊക്കെ ശരി, നമ്മൾ വേറെ വിളിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചൂടെ. ചില ആൾ തമാശ പറയും, നിങ്ങൾ ഈ ഒജീന മുടക്കാൻ നടക്കുന്നതൊക്കെ പറയും തമാശയില്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ?
അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചു പോകരുത്. കർശനമാണ് ആ വിഷയം. കാരണം ബഹുദൈവാരാധന ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു ടച്ചും സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പഠിച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരു ബദരീങ്ങള് ആടിന്റെ ചോറ് വെച്ചു വന്നാൽ കടക്കടാ പുറത്തു നിന്നൊന്നും പറയരുത്. ഇരിക്കാൻ പറയാ, എന്തൊക്കെയുണ്ട് വിശേഷം മോനെ എന്നിട്ട് പറയാ, എന്താ ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് ബദരീങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, ബദരീങ്ങളോടൊപ്പം സ്വർഗത്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നേർച്ചന്റെ ചോറല്ല, നേർച്ച പടച്ചോന് മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് കഴിക്കണം. അപ്പൊ അത് നല്ല നിലക്ക് വിടുക. നാളെ ഇത് സ്വീകരിക്കേണ്ട ആളാ. ആ കാര്യം അറിയാത്തവരോട് ഈ മുശിരിക്കാണ്, ഈ അറിഞ്ഞ ഒന്നും പറയണ്ട, അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഈ റമദാൻ മാസത്തിലാണ് ഇബ്ലീസ് ഈ ശിർക്കുമായിട്ട് വരുന്നത്. മഹാന്മാരായ ബദരീങ്ങൾ പ്രാർത്ഥിച്ച പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ട ദിവസം ബദരീങ്ങളെ പള്ളിയിലെ മൈക്ക് വെച്ചിട്ടാ അത് ഹല്ല ഭീമ എന്ന് പറഞ്ഞുകൊണ്ട് ബദർ മൗലൂദ് പള്ളിയിലെ മൈക്ക് വെച്ചിട്ട് ബദരീങ്ങളെ എന്ന് വിളിക്കാണ് പിന്നെ പള്ളികളിൽ വെച്ചിട്ട്. അതിഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ബദരീങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും വളരെ ബോധപൂർവം പരിശ്രമിക്കണം. അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കുന്നത്. അതിനുവേണ്ടി നല്ല ഒരുക്കം വേണം. അവസാനത്തെ 10 റസൂലുള്ള പള്ളിയിലായിരുന്നു. ബാക്കി നമ്മൾ ആലോചിച്ചോളാം. ഇത്തിക്കാഫ് ഫർളൊന്നല്ല. പക്ഷേ ഒരു വർഷത്തിൽ 10 ദിവസം നമുക്ക് കഴിയുമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് കൃത്യമായ പ്ലാനോടുകൂടി പള്ളികളിലേക്ക് എത്താൻ. അതിനു മുമ്പ് ഇനി ആരെങ്കിലും പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അത് അവസാനത്തെ 10 വെക്കാതെ എത്രയും പെട്ടെന്ന് അതൊക്കെ ക്ലിയർ ചെയ്ത് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേരാൻ നമ്മൾ തയ്യാറെടുക്കണം. നമ്മുടെ കുടുംബത്തെയും അതിന് നമ്മൾ പരിശീലിപ്പിക്കണം. നമ്മളിങ്ങനെ സ്വതന്ത്രമായി ജുമയും മറ്റും നടത്തുമ്പോൾ നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലും മറ്റും പേടിച്ചുകൊണ്ടാണ് അവർ. വലിയ ഭീതിയുണ്ട് എന്നല്ല, പ്രാർത്ഥനയിലാണ്. എല്ലാ നമസ്കാരങ്ങളിലും കുനൂത്തോതുന്ന അവസ്ഥയാണ് പല ഗൾഫ് രാഷ്ട്രങ്ങളിലും ഉള്ളത്. ഒരു രാഷ്ട്രത്തെ അങ്ങട്ട് ചെന്നിട്ട് നശിപ്പിച്ച് അതിന്റെ ഭരണാധികാരിയെ മുച്ചൂടം ഇല്ലാതാക്കുന്ന അതിക്രമം, ഈ ഭീകരമായ ഈ തർവാഴ്ച എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്നാൽ അതിന്റെ മറവിൽ അവർ ഉൾക്കൊള്ളുന്ന വിശ്വാസം, ഷിയായിസം എന്ന് പറയുന്ന ഇസ്ലാമുമായി എല്ലാ അർത്ഥത്തിലും എതിർത്ത് നിൽക്കുന്ന, ഇസ്ലാമിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം വരാൻ കാരണമായി തന്ന ഹറമിൽ രക്തം ചിന്തി, ഹറമിൽ വേറെ ആരും രക്തം ചിന്തിയിട്ടില്ല, ഹറമിൽ രക്തം ചെയ്ത് ഷിയാക്കളാണ്. ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഈ അക്രമങ്ങളൊക്കെ അപലപിക്കുമ്പോൾ അതുകൊണ്ട് അവരും ഈ പറഞ്ഞ നമ്മളും ഒരു വിശ്വാസത്തിലാണ് എന്നതല്ല. സിറിയയിൽ നടന്ന കൂട്ടക്കൊലകളും മറ്റും നമുക്കറിയാം. ഇതെല്ലാം ലോകത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ നോമ്പിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ നന്നായി എല്ലാവർക്കും ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. ലോക പോലീസായി മുന്നോട്ട് പോകുന്ന 2 തെമ്മാടി രാഷ്ട്രങ്ങളുടെ ഈ ഒരു തേർവാഴ്ചക്കെതിരെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം ഒരു പ്രയാസവും കൂടാതെ ഈ പ്രതിസന്ധി അങ്ങ് തീർന്നു കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം നമ്മുടെ ഉറ്റവരും ഉടയവരും അവിടെ എല്ലാവരും മിക്കവാറും ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഉണ്ടാകും. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളെയും പടച്ചവൻ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരന്മാരെ ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് നോമ്പുകാർക്കൊരു അവകാശമുണ്ട്. ആ പ്രാർത്ഥിക്കാനുള്ള അവകാശത്തെ ഉപയോഗപ്പെടുത്തി നമ്മൾ നന്നായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.